അബ്രോഡ് മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് കൺസേൺസ് ആണ്. ഈ എന്താണ് PCC? അതെ. അതെങ്ങനെ അപ്ലൈ ചെയ്യണം? അതെ. അതെങ്ങനെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്? ഉം. അപ്പോൾ ഈ എബ്രോഡ് ഇപ്പോൾ വർക്കിനായാലും സ്റ്റഡിക്കായാലും അല്ലാതെ PR ഒക്കെ അപ്ലൈ ചെയ്യാൻ നിൽക്കുമ്പോൾ ഈ PCC എന്നൊരു കേസ് വന്നിട്ട് ഒരുപാട് പേര് കൺഫ്യൂഷൻ അടിച്ച് നിൽപ്പുണ്ട്. അതെ, അതെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതെ. അപ്പോൾ എന്താണ് PCC? PCC എന്ന് പറയുന്നത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ വേറൊരു കൺട്രിയിലേക്ക് പോയിട്ടുണ്ട്, അവിടെ വർക്ക് ചെയ്യാനോ സ്റ്റഡി ആയിട്ടോ ഒക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട്സ് ഒന്നുമില്ല, ക്യാരക്ടർ ഗുഡ് ആണ്, അതുപോലെ തന്നെ നമുക്ക് അവിടെ പെൻഡിങ് ബിൽസ് കാര്യങ്ങളൊന്നുമില്ല എന്ന് തെളിയിക്കുന്ന ഇമിഗ്രേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു പേപ്പറാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അഥവാ PCC. ഓക്കെ. അതെ. ഇപ്പം എന്തിനൊക്കെയാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്? വെച്ചാൽ നമുക്കിപ്പോൾ സ്റ്റഡി അബ്രോഡിനായാലും അതേപോലെ തന്നെ സ്പൗസിനെ കൊണ്ടുള്ള വിസയ്ക്ക് ആയാലും നമ്മുടെ ജോബ് വിസ ആയാലും ഒക്കെ നമുക്ക് PCC ആവശ്യമുണ്ട്. ഓക്കെ. ഇപ്പോൾ ഇന്ത്യൻ PCC ഉണ്ട്, എബ്രോഡ് PCC ഉണ്ട്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? ഓക്കെ, ഇന്ത്യൻ PCC എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം ഹോം കൺട്രിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ്. അത് നമുക്ക് SP ഓഫീസിലോ അടുത്തുള്ള പാസ്പോർട്ട് സേവ ഓഫീസിലൊക്കെ പോയിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യാം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ കണക്ട് ചെയ്താലും മതി, നമുക്ക് ഗൈഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ നമുക്ക് എബ്രോഡ് PCC എന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് നമ്മൾ പുറത്ത് ഗൾഫ് കൺട്രീസ് ആയിക്കോട്ടെ, യൂറോപ്യൻ കൺട്രീസ് ആയിക്കോട്ടെ, അവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഒരു പേപ്പർ തന്നെയാണ്. ഓക്കെ. ഇപ്പോൾ എബ്രോഡ് കൺട്രീസ് എന്നൊക്കെ PCC എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൂവേ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ട്രൂവേ സംബന്ധിച്ചിടത്തോളം ട്രൂവേ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് അതാണ് മെയിൻ തിങ്. കാരണം നമ്മളൊരു എൻക്വയറി ഇവിടെ വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അത് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് വളരെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഏതൊക്കെ കൺട്രീസ് നിന്നാണ് കറന്റ് ഇപ്പോൾ നമ്മൾ ട്രൂവേ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്? ട്രൂവേ 40+ കൺട്രീസുകൾക്ക് ഇപ്പോൾ PCC കൊടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് പല കൺട്രീസിലോട്ടും. സോ അത്രയും കൺട്രീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. 40+ കൺട്രീസിൻ്റെ ലിസ്റ്റ് നമ്മുടെ അവൈലബിൾ ആണ്. അതെ, അതെ. അതെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന കൺട്രീസ് ഏതൊക്കെയാണ്? മെയിനായിട്ട് നമുക്ക് കൂടുതൽ ട്രാവൽ ചെയ്യുന്നതും വർക്ക് ചെയ്യാൻ പോകുന്നതും ഗൾഫ് കൺട്രീസിലോട്ടാണ്. അപ്പോൾ കുവൈറ്റ് ഉണ്ട്, ഒമാൻ, സൗദിയൊക്കെ നമുക്ക് ഒത്തിരി കോൾസ് വരുന്നതാണ്. അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. നമുക്കിതിപ്പോൾ ഓരോരോ കൺട്രീസിലും ഓരോ പ്രൊസീജിയേഴ്സ് ആയിരിക്കും. അതെ, അതെ. ഓരോ കൺട്രീസിനെ കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് പറയാം. ഓക്കെ. ഇപ്പോൾ ഒരു സൗദിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ വേറൊരു കൺട്രിയിലേക്ക് പോവാണ് മൈഗ്രേഷന് വേണ്ടിയിട്ട്, എങ്ങനെയായിരിക്കും PCC അപ്ലൈ? പറഞ്ഞുതരാം. ഇപ്പോൾ സൗദി ആണെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ് PCC അപ്ലൈ ചെയ്യാൻ. ഡ്യൂറേഷനൊക്കെ കുറവാണ്. നമുക്ക് PCCക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒറിജിനൽ ഡോക്യുമെന്റ് സൗദിയുടെ കേസിൽ വേണ്ട, എല്ലാം സ്കാൻഡ് ഡോക്യുമെന്റ്സ് മതിയാവും. ആകെ വളരെ സിമ്പിൾ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്. ഇക്കാമ ID, പാസ്പോർട്ട്, അത്രയും മതി. സൗദിയിൽ ഞാൻ കേട്ടിട്ടുണ്ട് പല രീതിയിൽ നമുക്ക് PCC അപ്ലൈ ചെയ്യാന്നുള്ളത്. അടുത്ത വയസ്സ് എന്തൊക്കെയാണ്? അതെ, നമുക്കിപ്പം പല കാറ്റഗറീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ ഒന്ന് അവിടെ പ്രോപ്പറായിട്ട് വർക്ക് വിസയ്ക്ക് പോയിട്ടുള്ളവരുണ്ട്. അവർക്ക് ജസ്റ്റ് ഇക്കാമ ID, പാസ്പോർട്ട് കോപ്പി തന്നാൽ വിത്തിൻ 1 or 2 daysനുള്ളിൽ നമുക്കിത് എടുത്തു കൊടുക്കാൻ പറ്റും. സോഫ്റ്റ് കോപ്പി അതുപോലെ ഹാർഡ് കോപ്പി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഹാർഡ് കോപ്പി വരുന്നത് വിത്ത് ട്രാൻസ്ലേഷൻ ഉൾപ്പെടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഹാർഡ് കോപ്പി വരാൻ നമുക്ക് 2 days സോഫ്റ്റ് കോപ്പിക്ക് എടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞൊരു 10 working days കഴിയുമ്പോൾ ഹാർഡ് കോപ്പി പ്രൊവൈഡ് ചെയ്യും. അതെ, അതെ, അതെ. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോൾ അവിടെ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഒത്തിരി മുന്നേ ട്രാവൽ ചെയ്തവർക്ക്, ഇക്കാമ ഇല്ലാത്തവർക്കും നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. ഇനി ഇക്കാമ ID മിസ്സായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. പിന്നെ ഇന്ത്യക്കാരല്ലാതെ ഫോറിനേഴ്സ് ആയിട്ടുള്ളവർക്ക് നമുക്ക് PCC അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതെ, അതിനൊക്കെ ടൈം ഡ്യൂറേഷൻ വരുന്നത് സെയിം തന്നെ ആയിരിക്കും. ഇല്ല. നമ്മൾ ചില കേസിൽ അവരുടെ ബോർഡർ നമ്പർ കൂടെ നമുക്ക് അറിഞ്ഞാൽ, ഇക്കാമ ഇല്ലാത്തവർക്ക് ബോർഡർ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. സിമ്പിൾ ആണ്. ട്രൂവേ കണക്ട് ചെയ്താൽ മാത്രം. അതെ, ട്രൂവേ വളരെ സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് ആയിട്ടാണ് PCC കൊടുക്കുന്നത്. ഓക്കെ. ശരി. അപ്പോൾ നെക്സ്റ്റ് ഒമാനിൽ അല്ലെങ്കിൽ ഒമാനിൽ വർക്ക് ചെയ്ത ഒരാൾ എബ്രോഡ് മൈഗ്രേഷൻ ചെയ്യാൻ പോവാണ്, അവർക്ക് എങ്ങനെയായിരിക്കും? ഒമാനും വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. അതും ഒരു 2 or 3 വർക്കിംഗ് ഡേയ്സ് മതി ഒമാൻ PCC എടുക്കാൻ. അവരുടെ പതാക്ക അഥവാ ഒമാൻ സിവിൽ IDയും പാസ്പോർട്ടിന്റെ കോപ്പി, ഇത്രയും മതി. പിന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടെ വേണം. എത്ര ദിവസം എടുക്കുന്നത്? ഇതൊരു 2 വർക്കിംഗ് ഡേയ്സിലുള്ള സോഫ്റ്റ് കോപ്പി കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് ഒമാൻ കോൺസുലേറ്റിൽ നിന്ന് അവർക്ക് അപ്പോസ്റ്റൽ ചെയ്ത PCC വേണമെങ്കിൽ അതും നമ്മൾ ചെയ്തു കൊടുക്കും. അതെ, അതിന് സെപ്പറേറ്റ് കോസ്റ്റ് ഉണ്ട്. നമ്മൾ ഇൻഫോം ചെയ്യും എത്രയാണെന്നുള്ളത്. കോമൺ ആയിട്ട് വരുന്ന ഡൗട്ട്സ് എന്തൊക്കെയാണ് ഒമാൻ PCCയുടെ കേസിൽ മിക്കവർക്കും വരുന്ന ഡൗട്ട്, വിസിറ്റ് വിസ എടുത്തവർക്ക് PCC കിട്ടുമോ? അപ്പോൾ ജനറലി ഇപ്പോൾ വിസിറ്റ് വിസ എടുക്കുന്നവർക്ക് ഒരു PCC കൊടുക്കുന്നില്ല. പക്ഷെ നമുക്ക് അല്ലാതെ വർക്ക് വിസ അതുപോലെ സ്പോസ് വിസയിലൊക്കെ പോയിട്ടുള്ളവർക്ക് എന്തായാലും PCC കിട്ടും. ഓക്കെ.
അപ്പോൾ ഇതാണ് ഒമാൻ PCC. അതെ സിമ്പിൾ. അതെ വളരെ സിമ്പിളാണ്. ഓക്കെ. ഇനി കുവൈറ്റിൽ വർക്ക് ചെയ്ത ആൾക്ക് എങ്ങനെയാണ് PCC എടുക്കേണ്ടത്? അതിൻ്റെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്? ഓക്കെ, ആക്ച്വലി ഞാനും കുവൈറ്റിൽ ഉള്ള ആളായത് കൊണ്ടും എനിക്കും ഈ PCCയുടെ ആവശ്യം വന്നിട്ടുള്ളത് കൊണ്ടും എനിക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമുക്ക് സിവിൽ ID ഉണ്ടെങ്കിൽ സിവിൽ ID, പാസ്പോർട്ട് കോപ്പി പുതിയത് വേണം, പിന്നെ അവിടെ യൂസ് ചെയ്തിരുന്ന പാസ്പോർട്ട് കോപ്പി, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. ഓക്കെ. ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ അതെ. വേണം. ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഡൗട്ടുകൾ എന്തൊക്കെയാണ്? ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുവൈറ്റിലായിരിക്കുന്ന സമയത്ത് ചിലർക്ക് സിവിൽ ID നഷ്ടപ്പെട്ടു പോയവരുണ്ടായിരിക്കും. ഓക്കെ. ഓക്കെ. അവർ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്കത് റിട്ടേൺ എടുത്തിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ അവിടെ പെൻഡിങ് ബിൽസോ ഡ്യൂസോ ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് PCC റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതും നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ട്രൂവയുടെ സൈഡിൽ നിന്ന് അതിന് നമ്മൾ ലോയർ ഹെൽപ്പോട് കൂടി നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അവിടെ ഈ ഫോൺ ബില്ല് അങ്ങനെയൊക്കെ അതെ, റെന്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും കേസൊക്കെ അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം. സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ PCC എടുക്കുന്നത്. പിന്നെ അതിൽ ഒരു പ്രശ്നമില്ലാത്തുള്ളവർക്ക് വിത്തിൻ 10 വർക്കിംഗ് ഡേയ്സ് നമുക്ക് PCC കിട്ടും. കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഡിലേ വരും. പിന്നെ ഒരു കാര്യം, PCC കം ഓഫ് ഉൾപ്പെടെയാണ് അറ്റാച്ച് ചെയ്ത് വരുന്നത്. ഓക്കെ. ബഹ്റിനിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും PCC അപ്ലൈ ചെയ്യുന്നത്? അതിൻ്റെ പ്രൊസീജിയർ എന്താണ്? ബഹ്റിന് ഇതുപോലെ നമുക്കൊരു 10 to 15 വർക്കിംഗ് ഡേയ്സ് മതിയാവും. ബഹ്റിൻ PCCക്ക് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞത് അവിടുത്തെ CPR കോപ്പി, പാസ്പോർട്ട് കോപ്പി ഓൾഡ് വേണം, ഒരു പുതിയ പാസ്പോർട്ട് കോപ്പി ഉണ്ടെങ്കിൽ അത്, നമ്മൾ പർപ്പസ് ഓഫ് മൈഗ്രേഷൻ ഏത് കൺട്രിയിലേക്കാണ് പോകുന്നത്, ഏത് വിസയാണ് എന്നുള്ളത് പറഞ്ഞാൽ മതി. പിന്നെ ഇവിടെ ഫിംഗർ പ്രിന്റിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫിംഗർ പ്രിന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏത് കൺട്രിയിലാണോ ഇപ്പോൾ കറന്റ് ഉള്ളത് അവിടെ നിന്ന് തന്നെ എടുത്തു തന്നാൽ മതി. ഒരു ഫോം ഉണ്ട്, കിങ്ഡം ഓഫ് ബഹ്റൈൻ്റെ ഫോം ഉണ്ട്, അത് നമ്മൾ ട്രൂവേ പ്രൊവൈഡ് ചെയ്യും. അതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുക. ഡിജിറ്റലൈസ്ഡ് ഫിംഗർ പ്രിന്റ് വിത്ത് ബ്ലാക്ക് ഇങ്ക് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൽ കോമൺ ആയിട്ട് വരുന്ന ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്താണ്? അതായത് ഫിംഗർ പ്രിന്റ് ബേസ് ചെയ്തിട്ടാണ് മിക്കവർക്കും ഡൗട്ട് ഉള്ളത്. അത് നമുക്ക് ട്രൂവേനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എവിടെയാണ് അടുത്ത ഫിംഗർ പ്രിന്റ് സെന്റർ ഉള്ളത് നമ്മൾ സജസ്റ്റ് ചെയ്യും. ഫിംഗർ പ്രിന്റ് എടുക്കുന്നത് അത് നമ്മൾ ആ SP ഓഫീസിലോ അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ നമ്മൾ പറയുന്ന പോലെ പോകുമ്പോൾ അവർ തന്നെ അത് ചെയ്ത് തരുന്നുണ്ട്. ഡിജിറ്റലൈസ്ഡ് ഫോർമാലിറ്റീസ് ഉണ്ട്. അത് കറക്റ്റ് എങ്ങനെയാണ്? അതിൽ ഫോം ഉണ്ട്. ആ ഫോം അവരെ ഏൽപ്പിക്കുക, അപ്പോൾ അവരത് ഫിൽ ചെയ്ത് തരും, പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെയാണ്. എത്ര ഡേയ്സ് ആണ് എടുക്കുന്നത്? ജനറലി നമുക്ക് ഫിംഗർ പ്രിന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജസ്റ്റ് 10 to 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് കിട്ടും. ഓക്കെ. ഓക്കെ. വേറെ എന്തെങ്കിലും കോമൺ ആയിട്ട് വരുന്ന ഡൗട്ടുകൾ ഇതിൽ? ബഹ്റൈൻ PCCക്കോ? ബഹ്റൈൻ PCC വിസിറ്റ് വിസയുടെ കേസാണ് ചോദിക്കുന്നത്. വിസിറ്റ് നമുക്ക് വർക്ക് വിസയാണ് ഇപ്പോൾ കറന്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ ID, CPR ID ലോസ്റ്റ് ആയിട്ടുള്ളവർക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഓൾറെഡി അവിടെ ഫിംഗർ പ്രിന്റ് ബഹ്റൈനിൽ എൻ്റർ ആയിട്ടുള്ളവർക്ക് ഈ ഒരു ഫിംഗർ പ്രിന്റ് പ്രൊസീജിയർ ഒഴിവാക്കിക്കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അവർ പിന്നെ ഫിംഗർ പ്രിന്റ് എടുക്കണ്ട, അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. സിമ്പിളാണ്. ഓക്കെ. ദുബായിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് അബ്രോഡ് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അവർക്ക് PCC എങ്ങനെ എടുക്കാൻ പറ്റും? വളരെ സിമ്പിൾ ആണ്. പിന്നെ ഒരു ഡൗട്ട് ഉള്ളത്, ഈ UAE എമിറേറ്റ്സിൽ ഫുള്ള് സിംഗിൾ PCC ആണോ, അതേ സെപ്പറേറ്റ് PCC ആണോ എടുക്കുന്നത്? അതിനെക്കുറിച്ച് പറയാം. ഇപ്പം ദുബായ് ആണെങ്കിൽ അത് 3 കാറ്റഗറീസ് ഉണ്ട്. ദുബായ് ഉണ്ട്, അബുദാബി ഉണ്ട്, അതുപോലെ എമിറേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് UAEയുടെ സിവിൽ ID, പാസ്പോർട്ടിൻ്റെ കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയും മതിയാവും. ഇപ്പോൾ ഈ മൂന്ന് പേർക്കും കൂടെ നമുക്ക് ഒറ്റ PCC എടുത്താൽ മതി, ദുബായ് PCC എടുത്താൽ മതി. ഇത് വാലിഡ് ആണ്. അത് നമ്മൾ അറ്റസ്റ്റ് ചെയ്ത് നമുക്ക് യൂറോപ്യൻ കൺട്രീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയേ ഉള്ളൂ. അതിൻ്റെ ഡോക്യുമെന്റേഷനിലൊക്കെയാണ് വരുന്നത്? ഇത് തന്നെയാണ്. അവിടുത്തെ സിവിൽ ID, പാസ്പോർട്ടിൻ്റെ കോപ്പി, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. എത്ര ഡേയ്സ്? ഇതുപോലെ 3 to 5 വർക്കിംഗ് ഡേയ്സിൽ കിട്ടും. സോഫ്റ്റ് കോപ്പി, ഹാർഡ് കോപ്പി അത് കഴിഞ്ഞിട്ട്. കോമൺ ആയിട്ട് വരുന്ന ഡൗട്ടുകൾ? കോമൺ ആയിട്ട് വരുന്ന ഡൗട്ട് എന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ 3 എമിറേറ്റ്സിൽ കൂടി ഇത് മതിയോ? ചിലർ പറയും അബുദാബിക്ക് ഞങ്ങൾക്ക് വേറെ PCC ആണ്. അങ്ങനെ ഇല്ല. ഇപ്പോൾ എല്ലാം അവർ ഇതായിട്ട് ഒറ്റ PCC ആയിട്ടാണ്. എമിറേറ്റ്സിൽ എവിടെ വർക്ക് ചെയ്താലും സിംഗിൾ PCC ആണ്. അപ്പോൾ ഈ ഫോൺ ബില്ല് ഡ്യൂ എന്ന കേസുകൾ, അത് നമുക്ക് എന്താണ് ഇഷ്യൂ എന്നുള്ളത് എടുത്തിട്ട് റിസോൾവ് ചെയ്യാം. ഇനി മൈനർ ആയിട്ടുള്ള കുട്ടികളുണ്ട്, അവർക്ക് ഇപ്പോൾ ഒരു വളരെ കുഞ്ഞിലെ അവിടെ പോയിട്ടുള്ളവരായിരിക്കും, ചിലപ്പോൾ അവരുടെ ബയോമെട്രിക് എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് PCC റിജക്ഷൻ വരുന്ന കേസസിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അവർക്ക് ഫിംഗർ പ്രിന്റ് നമ്മൾ ഫോം കൊടുത്തിട്ട് ഫിംഗർ പ്രിന്റ് എൻ്റർ ചെയ്യിപ്പിച്ച് അവർക്ക് PCC എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഇല്ലാത്ത എമിറേറ്റ്സ് ID ഇല്ലാത്ത ആൾക്കാർ എമിറേറ്റ്സ് ID റീഗെയിൻ ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ. അവിടെ വിസിറ്റിംഗിന് പോയവർക്ക് കിട്ടത്തില്ല അല്ലേ? വിസിറ്റിംഗ് വിസ കിട്ടത്തില്ല. പക്ഷേ ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ കറന്റ് വന്നിട്ടുണ്ട്. ഫിംഗർ പ്രിന്റും ഉൾപ്പെടെ സബ്മിഷൻ ചെയ്താൽ വിസിറ്റ് വിസയ്ക്ക് കൊടുക്കാം എന്ന് അവർ പറയുന്നുണ്ട്. വിസിറ്റ് വിസയിൽ വർക്ക് ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്ത ആൾക്കാരാണ് വിസിറ്റ് വിസയിൽ, വർക്ക് വിസയിൽ അല്ലാതെ.
അവർക്ക് ഇപ്പം പറ്റുമല്ലേ? പറ്റും. കാരണം ഇപ്പോൾ ഇസ്രായേൽ എന്നുള്ള കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇസ്രായേൽ വെക്കുന്ന ഒരു കണ്ടീഷൻ അവിടെ വിസിറ്റ് വിസ പോയത് ഒരു 30 ഡേയ്സിന് മുകളിൽ ഒരു കൺട്രിയിൽ നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് PCC എടുത്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒത്തിരി ദുബായിൽ ഇപ്പോൾ കറന്റ് വിസിറ്റ് വിസ ഉള്ള ഒരുപാട് പേര് ഈ ഇസ്രായേലിലേക്ക് പോകാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് വിസ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ട്രൂവേ ഇപ്പോൾ അതിനൊരു വേ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, വി ക്യാൻ റിസോൾവ് ദിസ് പ്രോബ്ലം. ഇപ്പോൾ ഈ ഖത്തറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എബ്രോഡ് പോകണമെന്നുണ്ടെങ്കിൽ PCC എടുക്കണം. അതെങ്ങനെയായിരിക്കും ഖത്തർ PCC എടുക്കുന്നത്? ഓക്കെ, ഖത്തറിന്റെ എൻക്വയറീസ് ആണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വിളിക്കുന്നതും അവരിപ്പം സ്റ്റക്കായി നിൽക്കുന്നതും. ഓക്കെ, ഖത്തറിന്റെ കേസിൽ പറയാനുള്ളത് ഖത്തർ ഡിലേ ഉണ്ട്. ഒരു 4 months എങ്കിലും അറ്റ്ലീസ്റ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഖത്തർ PCC എടുക്കാൻ പറ്റും. അപ്പോൾ ഖത്തർ PCC എടുക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട ഖത്തറിന്റെ സിവിൽ ID, പാസ്പോർട്ട് കോപ്പി, ഓൾഡ് പാസ്പോർട്ട്, ന്യൂ പാസ്പോർട്ട് കോപ്പീസ് ആണ് വേണ്ടത്. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, ഒരു 10 ഫോട്ടോസ് എങ്കിലും നമുക്ക് വേണം. നമ്മൾ ഏത് കൺട്രിയിലേക്കാണ് പോകുന്ന ആ കൺട്രിയുടെ മൈഗ്രേഷൻ പർപ്പസ് ഇത്രയും തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഡ്യൂറേഷൻ ഉണ്ടാവും. എന്നാലും നമുക്ക് PCC എടുക്കാനായിട്ട് പറ്റും. കറണ്ട് സ്റ്റാറ്റസ് ആണ് ഈ ഖത്തറിന്റെ ഡിലേ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഡേറ്റും കൂടെ നോക്കിയിട്ട് വേണം റെസ്പോണ്ട് ചെയ്ത്. കുറച്ചൊരു 1 month കഴിഞ്ഞിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിലേ മാറാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ട്രൂവേ കറണ്ട് പ്രോസസ്സാണത്. പിന്നെ ട്രൂവേ പ്രൊവൈഡ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത്രയും അർജൻറ്റായിട്ട് നിൽക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 4 months ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് നമ്മൾ വിസ അസിസ്റ്റൻസോട് കൂടി അവിടുത്തെ CID ഓഫീസിൽ അവർക്ക് പോയി PCC എടുക്കാൻ വിത്തിൻ ഒരു 1 weekനുള്ളിൽ എടുക്കാനുള്ളൊരു അറേഞ്ച്മെന്റ്സും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ സൊല്യൂഷൻസ് ഉണ്ടല്ലേ? അതെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാവുന്നതാണ്. ഇതിന് ഡോക്യുമെന്റ് എന്തൊക്കെയാണ് ഖത്തർ PCCക്ക്? ഇപ്പോൾ ഡയറക്റ്റ് പോവുകയാണെങ്കിലോ? ഡയറക്റ്റ് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സിവിൽ ID, പാസ്പോർട്ട് കോപ്പി മാത്രം മതി, അവിടെ പോയാൽ മതി. അതെ. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇത്രയും ഡോക്യുമെന്റ്സും ഈ ഒരു ഡിലേയും ഉണ്ടാവും. അതനുസരിച്ച് കോസ്റ്റിലും വ്യത്യാസം ഉണ്ടാവും. നമ്മൾ അവിടെ പോകുമ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ്, വിസ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള കോസ്റ്റ് വരും. ബട്ട് അത് ഫാസ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക്. അതിപ്പോൾ ഇന്ത്യക്കാർക്ക് മാത്രമാണോ സപ്പോർട്ട് ചെയ്യുന്നത്? ആർക്കായാലും നമുക്ക് ചെയ്തു കൊടുക്കാം. വിസ എടുത്ത് കൊടുത്തിട്ട് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ആ ഡേറ്റ്, അവർ പോകുന്ന ഡേറ്റ് ഏതാണോ അതനുസരിച്ച് നമ്മൾ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് PCCയെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ കമൻസിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് വെച്ചിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ചിട്ട് പുതിയ വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ ഡൗട്ടുകൾ നമുക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ അതിൻ്റെ കമൻറ്റും റിപ്ലൈ ആയിട്ട് തരാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. വീഡിയോയുടെ എന്തെങ്കിലും മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് നമ്മളെ എനി ടൈം കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനി ടൈം മീൻസ് വർക്കിംഗ് ടൈമിൽ മോർണിംഗ് 9:30 to 6 ആണ് ഞങ്ങളുടെ വർക്കിംഗ് ടൈം വരുന്നത്. അല്ലാത്ത ടൈം നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആവാനുള്ള ടൈമിൽ റെസ്പോണ്ട് ചെയ്യുന്നതാണ്.